ദേശീയപാതയുടെ പൂർണ്ണമായും പൂർത്തിയായ രണ്ട് റീച്ചുകളുടെ ഉദ്ഘാടനം കൊച്ചിയിൽ നടന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. ഉദ്ഘാടന ചടങ്ങ് വിവാദമാവുകയും ചെയ്തു. കേരളത്തിൻ്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസിനെ ചടങ്ങിലേക്ക് ക്ഷണിച്ചില്ല. എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ ഇതുവരെയും BJP നേതൃത്വത്തിനോ അതല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനോ കഴിഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രിയെ ക്ഷണിച്ചിട്ടുണ്ട്, ഇനി എന്തിനാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെ ക്ഷണിക്കുന്നത്, മരുമകനെ ക്ഷണിക്കുന്നത് എന്ന ചോദ്യമാണ് ചോദിക്കുന്നത് BJP നേതാക്കൾ. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ രണ്ട് മന്ത്രിമാരെ ക്ഷണിച്ചിട്ടുണ്ട്, മന്ത്രി MB രാജേഷിനെയും K കൃഷ്ണൻകുട്ടിയെയും. അവരെ എന്തിനാണ് ക്ഷണിച്ചത്? മുഖ്യമന്ത്രിയെ ക്ഷണിച്ചിട്ടുണ്ടല്ലോ. അതിനു മറുപടി പറയുന്നില്ല കേരളത്തിലെ BJP നേതാക്കൾ. എന്തുകൊണ്ട് മാറ്റി നിർത്തി, എപ്പോൾ മാറ്റി നിർത്താൻ തീരുമാനിച്ചു PA മുഹമ്മദ് റിയാസിനെ? ഇതാ തെളിവുകൾ പുറത്തു വരികയാണ്. ചടങ്ങിലേക്ക് ക്ഷണിച്ചില്ല എങ്കിലും ശിലാഫലകത്തിൽ മന്ത്രി PA മുഹമ്മദ് റിയാസിൻ്റെ പേരുണ്ട്. പ്രേക്ഷകർക്ക് കാണാം, കൃത്യമായും അക്കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ പറയുന്നത് NH66 തലപ്പാടി ചെങ്കള 6 വരിപ്പാത കിലോമീറ്റർ 17.2 മുതൽ കിലോമീറ്റർ 56.2 വരെ നിർവഹിച്ചത് ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രി. മഹനീയ സാന്നിധ്യം ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ കേരള ഗവർണർ, ശ്രീ പിണറായി വിജയൻ ചീഫ് മിനിസ്റ്റർ ഗവൺമെൻറ് ഓഫ് കേരള, ശ്രീ നിതിൻ ഗഡ്കരി കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി, ശ്രീ സുരേഷ് ഗോപി കേന്ദ്ര സഹമന്ത്രി, ശ്രീ ജോർജ് കുര്യൻ കേന്ദ്ര സഹമന്ത്രി, ശ്രീ PA മുഹമ്മദ് റിയാസ് മിനിസ്റ്റർ ഫോർ പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഗവൺമെൻറ് ഓഫ് കേരള എന്ന് കൃത്യം പറയുകയും അദ്ദേഹത്തിൻ്റെ പേര് ശിലാഫലകത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ദേശീയപാത അതോറിറ്റി PA മുഹമ്മദ് റിയാസിനെ ക്ഷണിക്കണമെന്ന് ആവശ്യപ്പെടുകയും PA മുഹമ്മദ് റിയാസിൻ്റെ പേര് ശിലാഫലകത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. PA മുഹമ്മദ് റിയാസിൻ്റെ പേര് മാത്രമല്ല, രാജ്മോഹൻ ഉണ്ണിത്താൻ MP കാസർഗോഡ് പേരും കൂടി ശിലാഫലകത്തിൽ ഉണ്ട്. എന്നാൽ രാജ്മോഹൻ ഉണ്ണിത്താനും ക്ഷണം ലഭിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത്. എന്തുകൊണ്ടാണ് PA മുഹമ്മദ് റിയാസിനെ മാറ്റി നിർത്തിയത്? ആരാണ് ഇതിന് പിറകിൽ ഇടപെട്ടത്? PA മുഹമ്മദ് റിയാസിൻ്റെ മതമാണോ പ്രശ്നം? അതല്ല മറ്റെന്തെങ്കിലും രാഷ്ട്രീയ കാര്യമുണ്ടായിരുന്നോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരം BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ വാക്കുകളിലുണ്ട്. കേൾക്കുക. അതാണ് നിങ്ങൾ ചോദിക്കേണ്ടത്. ഞാൻ ഗവൺമെന്റ് ഉന്നയിക്കുന്നുണ്ട്, താങ്കൾ ഉൾപ്പെടുത്തിയതിൽ വലിയ വിമർശനം മന്ത്രിമാർ ഉന്നയിക്കുന്നു. അത് ഓക്കെ, അത് എനിക്ക് ഓർമ്മയുണ്ടല്ലോ, വിഴിഞ്ഞത്തില് ഇതേ റിയാസ് പറഞ്ഞല്ലോ ഇത് അല്പത്തരമാണെന്ന്. അതാണ് നിങ്ങൾ ചോദിക്കേണ്ടത്. ഞാൻ ഗവൺമെന്റ് ഉന്നയിക്കുന്നുണ്ട്, താങ്കൾ ഉൾപ്പെടുത്തിയതിൽ വലിയ വിമർശനം മന്ത്രിമാർ ഉന്നയിക്കുന്നു. അത് ഓക്കെ, അത് എനിക്ക് ഓർമ്മയുണ്ടല്ലോ, വിഴിഞ്ഞത്തില് ഇതേ റിയാസ് പറഞ്ഞല്ലോ ഇത് അല്പത്തരമാണെന്ന്. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറാണ് ഇത് ചെയ്തത് എങ്കിൽ, അദ്ദേഹം ഇടപെട്ടാണ് PA മുഹമ്മദ് റിയാസിൻ്റെ പേര് വെട്ടിയത് എങ്കിൽ, അദ്ദേഹം ചെയ്തിരിക്കുന്നത് പമ്പര വിഡ്ഢിത്തമാണ്. ദേശീയപാത വികസനം എങ്ങനെയുണ്ടായി? മുൻ UDF സർക്കാരിൻ്റെ കാലത്ത് ദേശീയപാത അതോറിറ്റിയുടെ ഓഫീസുകൾ പൂട്ടി ദേശീയപാത വികസനം നിർത്തി എന്ന് പറഞ്ഞ് സ്ഥലം വിട്ട കാര്യം ഇപ്പോൾ കേരളത്തിൽ സജീവ ചർച്ചയാണ്. ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ദേശീയപാത നിർമ്മാണം പുനരാരംഭിക്കാൻ നടത്തിയ ശ്രമങ്ങൾ, കേന്ദ്രമന്ത്രിമാരെ കണ്ടതും, നിരവധി തവണ കേന്ദ്രമന്ത്രിയെ കണ്ടതും, കേന്ദ്രമന്ത്രി ഉദ്യോഗസ്ഥരെ ശാസിച്ചതും, ഒരു മുഖ്യമന്ത്രി ഈ ഒരു ആവശ്യത്തിന് വേണ്ടി 5ഉം 6ഉം തവണ എന്നെ കാണാൻ വരേണ്ട ആവശ്യമുണ്ടായിരുന്നോ? ഉദ്യോഗസ്ഥർ എന്തുകൊണ്ട് നടപടി സ്വീകരിക്കുന്നില്ല എന്ന് പറയുകയും വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്യും എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചതിനെ തുടർന്നാണ് ഒന്ന് അനങ്ങിയത് ഫയൽ. പിടിച്ചുവെക്കുകയായിരുന്നു കേന്ദ്ര BJP സർക്കാർ. അതുവരെ നിരന്തരം ഇടപെട്ടു കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. അങ്ങനെയാണ് ദേശീയപാത നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചത് എന്ന കാര്യം ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു. തുടങ്ങിയ ദേശീയപാത നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ വലിയ ശ്രമം നടന്നു കേരളത്തിൽ. BJP ആയിരുന്നു മുന്നിൽ നിന്ന് സമരം ചെയ്തത്, UDFും മുന്നിൽ നിന്ന് സമരം ചെയ്തു. കൊടിപിടിക്കാതെ UDFും BJPയും ഒന്നിച്ചു നിന്ന സമരം, വയൽക്കിളി സമരം കീഴാറ്റൂരിൽ നാം കണ്ടു. ബംഗാളിൽ നിന്ന്, നന്ദിഗ്രാമിൽ നിന്ന് മണ്ണ് കൊണ്ടുവന്ന്, നന്ദിഗ്രാം എങ്ങനെയാണോ ബംഗാളിലെ CPMന് തലവേദനയായി മാറിയത്, CPMന്റെ തകർച്ചയ്ക്ക് ഇടയാക്കിയത്, അതുപോലെ CPM ഗ്രാമമായ, പാർട്ടി ഗ്രാമമായ കീഴാറ്റൂരിൽ നിന്ന് തുടങ്ങുന്നു കേരളത്തിലെ CPMന്റെ തകർച്ച എന്ന് പറഞ്ഞുകൊണ്ടാണ് സമരം നടത്തിയത് UDFും BJPയും ഒന്നിച്ചു ചേർന്ന്. ആ സംഭവം ജനങ്ങളുടെ മുന്നിലേക്ക് വന്നു. അതോടൊപ്പം K സുരേന്ദ്രൻ BJP നേതാവായിരുന്നു. അദ്ദേഹം എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ദേശീയപാത വികസനം പൂർത്തിയാക്കിയാൽ, ഗെയിൽ പദ്ധതി പൂർത്തിയാക്കിയാൽ ഞങ്ങൾ അംഗീകരിക്കും പിണറായി വിജയനെ കേരള മുഖ്യമന്ത്രിയെ എന്ന്. അതും ഇപ്പോൾ ചർച്ച ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സുരേഷ് ഗോപി BJPയുടെ MP ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലായിരുന്നു സമരം നടന്നത്. അദ്ദേഹം അവിടെ നടത്തിയ പ്രസംഗം, ദേശീയപാത വികസനം ഇതുവഴി നടത്താൻ അനുവദിക്കില്ല, പ്രധാനമന്ത്രിയെ നേരിട്ട് കണ്ട് ഇക്കാര്യം ബോധ്യപ്പെടുത്തും എന്നൊക്കെ പറഞ്ഞ സുരേഷ് ഗോപി ഇന്ന് ഈ ചടങ്ങിൽ വന്ന് സ്വാഗതം പറയുന്നതും നാം കണ്ടു. എന്ന് വെച്ചാൽ ഏതൊക്കെ തരത്തിലാണ് ദേശീയപാതയുടെ പ്രവർത്തനം തടയാൻ ശ്രമിച്ചത് BJPയും UDFും അത് വീണ്ടും ചർച്ചയായി വന്നു. ഏതൊക്കെ തരത്തിലാണ് BJP നേതാക്കൾ ദേശീയപാതയെ ഇല്ലാതാക്കാൻ ശ്രമിച്ചത്, അക്കാര്യങ്ങളും ഇതോടുകൂടി പുറത്തു വരികയും കേരളം ചർച്ച ചെയ്തു തുടങ്ങുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത്, BJPയെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് ഈ വിവാദം, UDFിനെ സംബന്ധിച്ചും വൻ തിരിച്ചടിയാണ് ഈ വിവാദം. എന്തായാലും ഈ വിവാദം ഉണ്ടാക്കിയതിന്, അത് ചെയ്തത് രാജീവ് ചന്ദ്രശേഖറാണെങ്കിൽ അദ്ദേഹത്തിന് കേരളത്തിലെ CPI നേതൃത്വം, LDF നേതൃത്വം ഒരു ബിഗ് സല്യൂട്ട് നൽകണം.